ഭയങ്കര സന്തോഷവും അഭിമാനവും ഉണ്ട്. 30 വർഷത്തോളം നമ്മളൊരു ഇടത്തിൽ ജോലി ചെയ്യുകയും ചോദിച്ചിട്ടാ ആലിബാബയും 41 കള്ളന്മാരെന്നുള്ള സിനിമ എനിക്ക് നിനക്ക് വേഷം ഉണ്ടായിരുന്നു. എന്തായിരുന്നു വേഷം? അതിലാദ്യം മരിക്കുന്ന കഥാപാത്രത്തിലായിരുന്നു. ആ സിനിമയുടെ പിന്നെ മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന് പറഞ്ഞ സിനിമ വന്നു. അതിലും ആ മരിക്കുന്ന ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. പണ്ട് ആൻഡ്രൂ ജോസഫ് തമാശയായിട്ട് പറയാറുണ്ട്, അവാർഡ് സിനിമക്കാരൊക്കെ മമ്മൂക്കാനെ കാണാൻ വരും. മമ്മൂക്ക റിജക്റ്റ് ചെയ്താൽ നേരെ അവർ തൃശ്ശൂർക്ക് വണ്ടി കയറും. ഇർഷാദിൻ്റെ അടുത്ത് പോയി ആ പടം എൻ്റെ ടേക്ക് ഒരു തവണ അല്ലെങ്കിൽ 2 തവണ എടുത്തിട്ട് അവസാനിപ്പിക്കും. മീര ജാസ്മിൻ്റെ അടുത്ത് മോളെ അങ്ങനെയല്ല മോളെ ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യമൊക്കെ ചില സാധനങ്ങളൊക്കെ എടുപ്പിക്കും. ഞാൻ ചോദിച്ചത് എന്ത് ശരിയാണ്, എന്ത് എന്നോട് മാത്രം ഒറ്റ ടേക്കിൽ സിനിമ എന്നെ ശരിക്കും പരിഗണിച്ചിട്ടില്ല. ഉപ്പ് വരിച്ചെടുക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ഉപ്പ് വരിച്ച് 40 കഴിയുന്നതിന് മുമ്പ് പോയി ഉമ്മക്കാടെ നിറക്കൂട്ട അല്ലെങ്കിൽ അത്തരം സിനിമകൾ കണ്ട ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഉമ്മ മരിച്ചപ്പോൾ ഒന്ന് കയറേണ്ടത് ഒരു കാവ്യനീതിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. കവിതയെ പ്രണയിക്കുന്ന, നാടകത്തെ പ്രണയിക്കുന്ന, അഭിനയത്തെ പ്രണയിക്കുന്ന ഇർഷാദാണ്. ഇർഷാദ് അലി കേച്ചേരി, അങ്ങനൊരു പൂർണ്ണ പേര് കൂടിയുണ്ട്. പക്ഷേ അദ്ദേഹം സ്റ്റേജിൽ വെളുത്തിരയിൽ ഇർഷാദാണ്. ഇർഷാദിന് സ്വാഗതം. കേച്ചേരി അലി, യൂസഫ് അലി കേച്ചേരി. കേച്ചേരി അല്ലേ? കേച്ചേരിയാണ് സ്വദേശം. കേച്ചേരി. യൂസഫ് അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് 1-2 തവണ പോയിട്ടുണ്ട് ഞാൻ. എന്തിന്? സിനിമയിൽ അഭിനയിക്കാൻ. ആണോ? ശരിയാ. അദ്ദേഹം ശരിക്കും നാട്ടുകാരായിട്ട് അത്ര അടുപ്പം ഉണ്ടായിരുന്നില്ല. പുള്ളിയുടെ പ്രത്യേക ക്യാരക്ടറായിരുന്നു, നാടുമായിട്ടുള്ള വലിയ അടുപ്പം. പക്ഷെ ഞാൻ 1-2 തവണ ഇങ്ങനെ ഹരിഹരൻ സാറിന് ലെറ്റർ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഞാൻ പറയാം നീ പൊക്കോളൂ, എന്നിട്ട് അത്ര അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള വഴിയല്ലെന്നും അതിലേക്ക് എത്തിപ്പെടാൻ പാടാണെന്നും അത് നിലനിൽക്കാനും വലിയ ബുദ്ധിമുട്ടാണെന്നും, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിച്ച് ജോലിയൊക്കെ ശേഷം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ അനിശ്ചിതത്വം ശരിക്കും പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം ഒരു പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ, പ്രത്യേകിച്ച് അന്നത്തെ കാലത്തൊക്കെ ആലോചിക്കുമ്പോൾ, പിതൃസ്നേഹമുള്ള ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സിനിമാ മോഹം ഉണ്ട്. ഞാനൊരു നാടകം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മുതലേ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് മുതലേ നാടകം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇങ്ങനെ നിരന്തരം നാടകങ്ങളുണ്ടായിരുന്നു. സ്കൂൾ കഴിഞ്ഞിട്ടും കോളേജ്, അത് കഴിഞ്ഞ് നാട്ടിൽ കേച്ചേരിയിൽ കമ്പര എന്ന് പറയുന്നൊരു നാടക സംഘം ഉണ്ടായിരുന്നു. പിന്നെ നാടക വീട് എന്ന് പറയുന്നൊരു നാടക സംഘം ഉണ്ടായിരുന്നു. ഇതിലൂടെ നിരന്തരം നാടകം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഇപ്പോഴും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം. ഞാനന്ന് ഭാരവാഹി കൂടിയായിരുന്നു, യൂണിറ്റ് പ്രസിഡന്റും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ. അപ്പോൾ ആ സമയത്ത് ഡിവൈഎഫ്ഐയുടെ വേണ്ടി കുറേ സ്ട്രീറ്റ് പ്ലേകൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയുടെ ഇലക്ഷൻ സമയത്ത് അങ്ങനെയാണ് നമ്മളുടെ ഒരു തുടക്കം. അപ്പോൾ അന്ന് നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലത്തെ കുറിച്ച് കൂടെ ഒന്ന് പറയാം. സംഗീത അക്കാദമിയുടെ ഇറ്റ്ഫോക്ക് നടക്കുകയാണ് ഇവിടെ, ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ. എനിക്കൊന്ന് നമ്മുടെ ശരീരനായ മുരളിച്ചേട്ടന്റെ ഓർമ്മകൾ നിറയുന്ന ഒരിടമാണ്. അദ്ദേഹം സംഗീത അക്കാദമി ചെയർമാനായിരുന്ന സമയത്താണ് അല്ലേ ഈ നാടക ഉത്സവം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ 15ാമത്തെ വർഷമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കാണാറുണ്ട് ഇർഷാനെ എപ്പോഴും. അതുപോലെ തന്നെ ഇവിടെയും സജീവമാണ്. അതെ, തീർച്ചയായിട്ടും. നമുക്ക് നാടകം കളയാൻ പറ്റില്ല. നാടകം നമുക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ജീവിതം അത് കഴിയില്ല. ഞാൻ കുറേ കാലമായി വീണ്ടും നാടകം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ നാടകം കാണുമ്പോഴത്തേക്ക് ഒരു നാടക നടനാകണം, അല്ലെങ്കിൽ നാടകം ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം വരികയാണ് അല്ലേ? നാടകം നമ്മുടെ ബ്ലഡിൽ എപ്പോഴും ഉള്ളതാണല്ലോ. ചെറുപ്പം മുതലേ നാടകം ഒരുപാട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടി ഊർജ്ജം കിട്ടുന്നുണ്ട്. ആക്ടർ എന്നുള്ള ഭയങ്കര പ്രോത്സാഹനം എത്തിയിട്ട് സിനിമയിലെത്തിയിട്ട് 30 വർഷം 3 പതിറ്റാണ്ടായാണ്. പക്ഷെ നമ്മുടെ ഒരു വലിയ ഒരു നടനെയൊക്കെ അടയാളപ്പെടുത്തേണ്ട വർഷമാണ് 30 വർഷം. ഒരു നടനെ കിട്ടുന്ന വലിയ സിനിമ. ഭയങ്കര സന്തോഷവും അഭിമാനവും ഉണ്ട്. 30 വർഷത്തോളം നമ്മളൊരു ഇടത്തിൽ ജോലി ചെയ്യുകയും അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് സിനിമയിൽ എപ്പോഴും പ്രശ്നം വെച്ചാൽ പ്രശ്നമാണ്. അനിശ്ചയത്തിൻ്റെ പ്രശ്നമുണ്ട്, നാളെ എന്ത് എന്നുള്ള
ഭയങ്കരമായിട്ടുള്ള പിൻവിളികൾ ഉണ്ടാവുന്നൊരു ഇടമാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു 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 പ്രത്യേക ഘട്ടത്തിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ എത്രയോ പേര് നമുക്ക് കൺമുന്നിൽ നിന്ന് കൊഴിഞ്ഞു പോയ ഒരുപാട് സിനിമയിലെ നടന്മാരുണ്ട്, സാങ്കേതിക പ്രവർത്തകരുണ്ട്, ഒന്നും ആവാതെ. ഇപ്പം ഞാൻ പറയാം, ഞാൻ സിനിമയിൽ ഷൊർണൂരൊക്കെ, അന്ന് ഷൊർണൂർ ഒറ്റപ്പാലം മേഖലയിലാണ് ഈ സിനിമയുടെ ഒരു കോടമ്പക്കം എന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക്. അന്നൊക്കെ എൻ്റെ കൂടെ ചാൻസ് ചോദിച്ച് നടന്ന ആളുകൾ ഇന്നും ഞാൻ ചിലപ്പോൾ അഭിനയിക്കുന്ന സെറ്റിൽ ചാൻസ് ചോദിക്കാറുണ്ട്. ഞാൻ അഭിനയിച്ച പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച ഒരുപാട് കോളേജ് ക്യാമ്പസ് സബ്ജക്റ്റ് ആയിരുന്നു. അതിലെ വിദ്യാർത്ഥികളായിട്ട് അഭിനയിച്ച പലരും ഇന്നും നമ്മളോട് എന്തെങ്കിലും പരിപാടി നീ പറയണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ മറികടന്നിട്ട് നമുക്ക് ഒരുപാട് സിനിമയിൽ നായക വേഷം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് കാലം ഇന്നും ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ വലിയ അഭിമാനമുള്ളത്. ആദ്യത്തെ പടം പിന്നെ നമ്മുടെ പാർവതി പ്രണയമാണ് അല്ലേ? അതാണെന്നുണ്ടെങ്കിലും അല്ലേ, അതൊരു സത്യൻ സിബി മലയിലിന്റെ പടമാണ്, പ്രണയവർണ്ണങ്ങളാണ് ഒരു ക്യാരക്ടർ വേഷം ചെയ്തത്. അതിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെയാണ് ഈ സിബി സാറിന്റെ അടുത്തേക്ക് എത്തി? ഞാൻ പാർവതി പ്രണയം എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യം മോഹം കാണിക്കുന്നത്. അത് ഗുരുവായൂരാണ് ഷൂട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ പോയി പി ജി വിശ്വംഭര സാറിനെ ലൊക്കേഷനിൽ പോയിട്ട് കണ്ടപ്പോഴാണ് ആൾക്കൂട്ടത്തിൽ. അപ്പോൾ അതിലൊരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വേഷം ഉണ്ടായിരുന്നു, വിജയകുമാർ ചെയ്ത വേഷം. വിജയേട്ടൻ ചെയ്ത വേഷത്തിന് അപ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനൊരു വേഷമുണ്ട്, നീ ഒന്ന് പോയി കണ്ടോ. സ്വപ്ന ബേബിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു പഴയ നിർമ്മാതാവുണ്ട്, അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ഞാൻ പോയതാണ്. ബേബിച്ചേട്ടൻ്റെ കെയർ ഓഫൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു താൻ അതൊന്നും ചെയ്യാൻ വളർന്നിട്ടില്ല, വരൂ നമുക്ക് ഏതെങ്കിലും മുകേഷിൻ്റെ കൂടെ കുറേ ആളുകൾ വേണം, അവരുടെ കൂട്ടത്തിലൊക്കെ നിന്നോ എന്ന് പറഞ്ഞിട്ടുള്ള, അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെയാണ് കാക്കനാട് സൈഡിലൊക്കെ എവിടെയും പോയിട്ട് അങ്ങനെ യാത്ര തന്നെ. പിന്നെ കയ്യിൽ പൈസ വന്ന ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് പണ്ടൊക്കെ പൈസ വന്ന സിനിമ കാണുകയായിരുന്നു, ഇപ്പോൾ ലൊക്കേഷൻ തേടുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് പിന്നെ പുതുക്കോട്ടയിലെ പുതുമണവളം ചെയ്യുന്നത്. എൻ്റെ നാട്ടിൽ റാഫേലേറ്റ് എന്ന് പറയുന്ന റെനിൽ വർക്ക്ഷോപ്പിൻ്റെ ഒരു ഓണറുണ്ട്, അദ്ദേഹം ഒരു സിനിമ നിർമ്മിക്കുന്നു. അപ്പോൾ ഗുരുവായൂരുള്ള സുധേഷാണ് സംവിധാനം ചെയ്യുന്നത്. അതിൻ്റെ പൂജ കേച്ചേരിയിൽ വെച്ച് നടക്കുക. അന്ന് ആ പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി ബ്ലെസ്സി സാറും മറ്റേ സുന്ദർദാസ് സാറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വളരെ ആക്റ്റീവായിട്ട്, എൻ്റെ നാട്ടിലാണല്ലോ, വളരെ ആക്റ്റീവായിട്ട് ഉള്ളതിൽ നല്ല കുപ്പായൊക്കെ ഇട്ട് സുന്ദരനായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ എൻ്റെ അടുത്ത്, അപ്പോൾ ബ്ലെസ്സി സാറിനെ ഞാൻ അതിന് മുമ്പ് അറിയാം, പല ലൊക്കേഷനിൽ പോയി കണ്ടു. അപ്പോൾ സുന്ദർദാസ് സാറ് ബ്ലെസ്സി സാറിനോട് പറഞ്ഞു ആ പയ്യൻ്റെ നോട്ട് ചെയ്തൊക്കെ അവൻ്റെ നമ്പർ ഒന്ന് മേടിച്ചേക്കെന്ന് പറഞ്ഞു. ബ്ലെസ്സി സാർ എൻ്റെ അടുത്ത് പറഞ്ഞു സുന്ദർ സാറിൻ്റെ പുതിയ പടം തുടങ്ങുന്നുണ്ട് സുന്ദർദാസിൻ്റെ, എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു ഷാൻ നമ്പർ മേടിക്കും, അപ്പോൾ എൻ്റെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോൺടാക്ട് ചെയ്തോട്ടാണ്. അങ്ങനെയാണ് സുന്ദർദാസ് സാറിൻ്റെ മഞ്ജുവായിട്ടും ദിലീപായിട്ടും കൂടി അഭിനയിച്ച സല്ലാബല്ല കുടമാറ്റം. പക്ഷെ അത് ആദ്യം ഞാൻ പിന്നെ സുന്ദർദാസ് സാറിനെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചാൽ മേഘേട്ടൻ്റെ ഒരു അനിയൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു ഒരു സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ. അപ്പോൾ അതിന് വേണ്ടി ഒരാളെ നോക്കുന്ന സമയത്താണ് എന്നെ കണ്ടതും നമ്പർ മേടിക്കാൻ വന്നത്. സ്ക്രിപ്റ്റ് പിന്നെ ഡെവലപ്പ് ചെയ്ത് വന്ന് അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോയപ്പോൾ ആ ക്യാരക്ടറൊക്കെ പോയി. അപ്പോൾ ഞാൻ നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഭാഗമായിട്ട് സുന്ദര സാർ പറഞ്ഞ് ആ ക്യാരക്ടർ പോയി, പിന്നെ മേഘനാഥൻ്റെ കൂടെ നടക്കുന്ന 2-3 വില്ലന്മാരുണ്ട്, ആ കൂട്ടത്തിലൊക്കെ കുടിക്കുമോ എന്ന് പറഞ്ഞ് അങ്ങനെ ആ സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമയിൽ അഭിനയിച്ച സമയത്താണ് ഇങ്ങനെ സുന്ദർ സാറിനായിട്ട് പരിചയപ്പോഴാണ് സുന്ദർ സാർ പറഞ്ഞു നീ വരുവോളം എന്ന് പറയുന്നൊരു സിനിമ കോട്ടയത്ത് തുടങ്ങാൻ പോകുന്നുണ്ട് സിബി സാറിൻ്റെ, നീ സിബി സാറൊന്ന് പോയി കണ്ടോ, ഞാൻ വിളിച്ചു പറയാം. അപ്പോൾ അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. ഞാൻ സിബി സാറിനെ കോട്ടയത്ത് പോയി കാണുന്നു, നീ വരുവോളം എന്ന് പറയുന്ന ദിലീപിൻ്റെ പടമാണ്. അപ്പോൾ സിബി സാർ പറഞ്ഞു ഇതിലങ്ങനെ വലിയ വേഷമൊന്നുമില്ല, നോക്കട്ടെ ഞാൻ വിളിക്കാമെന്ന് പറയും. അപ്പോൾ ഗിരീഷ് ഏട്ടനും തോമസ് കുട്ടിയൊക്കെയാണ് അന്നും ഗിരീഷ്മാർ അന്നും അസോസിയേറ്റൊക്കെ ആയിട്ട് അവരുണ്ട്. അങ്ങനെ ഒരു ദിവസം എന്നെ ഒരു വിളി വരുന്നു, ഞാൻ കോട്ടയത്ത് പോകുന്നു. ഒറ്റ സീനുള്ളൂ, ഈ ദിലീപേട്ടൻ്റെ സിസ്റ്ററെ പഞ്ചാരടിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു അത്. കുറച്ച് അപ്പോൾ ഈ വളയും മാലൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ബാക്കിൽ നിന്ന് പഴയ പ്രയോഗമല്ലേ ജാക്കി വെക്കുക എന്നുള്ള അത്തരം ഒരു സീനാണ്. ദിലീപേട്ടൻ കണ്ടുവരലും മുഖത്തൊരടിക്കലും ഒക്കെയാണ് സീന്. സിനിമ ആകെ ഡബ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അപ്പോൾ ഇടയ്ക്ക് പിന്നെ തോമസ് കുട്ടിനെ വിളിക്കും. തോമസ് കുട്ടിനെ വിളിച്ചു. തോമസ് കുട്ടി ഒരു ദിവസം പറഞ്ഞു ചെന്നൈയിൽ മദ്രാസിലേക്ക് വിളിക്കുക. അപ്പോൾ പറഞ്ഞു ഇല്ല, ആ സീൻ കട്ടായിപ്പോയി, അത് ശിവസാറിൻ്റെ പടത്തിൽ യോജിക്കുന്നൊരു സീനല്ല, അത് അത്ര മോറലായിട്ട് അത്ര വലിയ നല്ലതല്ല അത്, അപ്പോൾ അത് സീൻ കട്ടായിപ്പോയി. അതിനുശേഷമാണ് പ്രണയവർണ്ണകൾ തുടങ്ങുമ്പോൾ അപ്പോൾ ശിവസാറ്
ശിവ സാറിനായിട്ട് ഇടയ്ക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രം പോയി ശിവ സാറിനെ കണ്ടു. ഇവരായിരുന്നു സച്ചിദാനന്ദൻ പുഴങ്കരയും ജയരാമൻ കടമ്പാട്ടായിരുന്നു. ശിവ സാർ പറഞ്ഞു അവർ രണ്ടുപേരും റൂമിലുണ്ട്, ഒന്ന് പോയി കണ്ടേക്കുക എന്ന് പറഞ്ഞു. കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയർമാൻ്റെ ക്യാരക്ടർ ഉണ്ട്, ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സുന്ദർ സാറിൻ്റെ കെയർ ഓഫിലാണ് ശിവ സാറിനൊക്കെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് അതിനകത്ത് ആ കോളേജ് ചെയർമാൻ്റെ വേഷം ചെയ്യുന്നത്. അതാണ് ഒരു പക്ഷേ സിനിമയിൽ ആദ്യത്തെ ഒരു ക്യാരക്ടർ റോൾ എന്ന് പറയുന്നത്. കരിയറിലെ തുടക്കം ഇങ്ങനെ ആയിരുന്നെങ്കിലും അന്ന് കുറേ നല്ല സീരിയസ് വേഷങ്ങൾ, അതായത് ഈ നമ്മുടെ നവ സിനിമയുടെ ആളുകൾ, അതായത് കുറച്ചും കൂടി സമാന്തര സിനിമയുടെ അല്ലെങ്കിൽ കലാമൂല്യമുള്ളെന്ന് നമ്മൾ പറയുന്ന സിനിമകളുടെയൊക്കെ പവിത്രൻ സാറിൻ്റെ പടം, അതുപോലെ TV ചന്ദ്രൻ, പിന്നെ നമ്മുടെ പിന്നെ പി ടി കുഞ്ഞുമുഹമ്മദിൻ്റെ പടം, അങ്ങനെ ഇവൻ ഡോക്ടർ ബിജുവിൻ്റെ പേരുടെ പടം, പിന്നെ സുഹൃത്തുകൂടിയായിട്ടുള്ള പ്രിയദർശൻ്റെ പടം, അങ്ങനെ കുറേ സീരിയസ് സിനിമകളുടെ ഭാഗമായതുകൊണ്ട് കരിയറിനെ ഏതെങ്കിലും തരത്തിൽ അത് ബാധിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ? അദ്ദേഹം ഒരു അവാർഡ് സിനിമയുടെ ആളാണ് എന്നൊരു അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അയാളൊരു ബുദ്ധിജീവി സിനിമയുടെ ആൾ ആണ് എന്നുള്ളത്. പണ്ട് ആൻഡ്രൂ ജോസഫ് ഒരു തമാശയായിട്ട് പറയാറുണ്ട്, അവാർഡ് സിനിമക്കാരൊക്കെ മമ്മൂക്കാനെ കാണാൻ വരും, മമ്മൂക്ക റിജക്റ്റ് ചെയ്താൽ നേരെ അവർ തൃശ്ശൂർക്ക് വണ്ടി കയറും, റിക്ഷാൻ്റെ അടുത്ത് പോയി ആ പടം ചെയ്യും. പക്ഷേ അങ്ങനെ വലിയ വേഷങ്ങളൊന്നും അവാർഡ് അതങ്ങ് സംഭവിച്ചതാണ്, തുടർച്ചകളാണ്. അപ്പോൾ ഞാൻ പവിത്രേട്ടനെ പരിചയപ്പെടുന്നു, പവിത്രേട്ടൻ വഴി ചന്ദ്രേട്ടനെ പരിചയപ്പെടുന്നു, അങ്ങനെ ആ കണക്ഷനാണ്. അതെ നമ്മുടെ സിനിമകളിൽ നല്ല വേഷങ്ങളാ. അതെ പാടമുന്തിരി വിലാപം എന്ന് പറയുന്ന സിനിമയിൽ മീര ജാസ്മിൻ്റെ അതിനു മുമ്പ് പവിത്രേട്ടൻ്റെ കൈരളി ചാനൽ തുടങ്ങുന്ന സമയത്ത് പവിത്രേട്ടനല്ല ചന്ദ്രേട്ടൻ വരും വരായകൾ എന്ന് പറയുന്ന ഒരു 7 എപ്പിസോഡ് ടെലിഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഗുരുവായൂരായിരുന്നു ഷൂട്ട്. അപ്പോൾ പവിത്രേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ചന്ദ്രേട്ടനെ പോയി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി കണ്ടു, സംസാരിച്ചു. 2000-ലാണ് ആ സമയത്ത്. ഞാൻ ആ സമയത്ത് ഇലക്ഷൻ വെക്കേണ്ടേ, ബ്ലോക്കിലേക്ക് മത്സരിച്ചൊരു കാലഘട്ടത്തിൽ അങ്ങനെ അതിലഭിനയിച്ചതിൻ്റെ പാക്കപ്പ് പാർട്ടി. അന്ന് നമ്മൾ ഇയാളൊക്കെ ഉണ്ട്, പൊതുവാളൊക്കെ, നമ്മുടെ ചിദംബരത്തിൻ്റെയും ഗണപതിയുടെയൊക്കെ അച്ഛൻ അസോസിയേറ്റ് ആയിരുന്നു, സതീഷ് പൊതുവാൾ. അപ്പോൾ അന്ന് എല്ലാവരും കൂടി പാക്കപ്പ് പാർട്ടിയുടെ ആഘോഷം നടക്കുമ്പോൾ അന്ന് രാത്രി എന്നോട് ചന്ദ്രേട്ടൻ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ബാബു അന്നൂരും ഉണ്ടായിരുന്നു, ബാബു അന്നൂരും അവിടെ. ബാബുവിൻ രണ്ടുപേരെയും പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരെയും വെച്ചിട്ട് ഞാനൊരു സിനിമ ചെയ്യും, എൻ്റെ സിനിമയിൽ നിങ്ങൾക്ക് നല്ല വേഷം ഉണ്ടാവും, നിങ്ങൾ നല്ല നടന്മാരാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രേട്ടൻ. അങ്ങനെയാണ് പാടമുന്തിരി വിലാപം. പക്ഷേ പാടമുന്തിരി വിലാപം അത് പറയുമ്പോൾ എന്നോട് അങ്ങനെ വാഗ്ദാനം തരുമ്പോൾ പാടമുന്തിരി വിലാപം ഒന്നും ഇല്ല. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് ചന്ദ്രേട്ടൻ വിളിക്കുന്നു, ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് ഷൗക്കത്തിൽ തന്നെ വിളിക്കും, ഒരു പടം ചെയ്യാൻ പോകുന്നുണ്ട്, നീയാണ് നായകൻ, മീര ജാസ്മിനാണ്. ഞാനാകെ അങ്ങനെയാണ് അതിലേക്ക് ഞാൻ ചന്ദ്രേട്ടനായിട്ട് പിണങ്ങൊക്കെ ചെയ്യുന്നു. പിണങ്ങെന്ന് വെച്ചാൽ ഷൂട്ട് കിടക്കുമ്പോഴുള്ള ഒരു തമാശ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ടേക്ക് 1 തവണ അല്ലെങ്കിൽ 2 തവണ എടുത്തിട്ട് അവസാനിപ്പിക്കും. മീര ജാസ്മിൻ്റെ അടുത്ത് മോളെ അങ്ങനെയല്ല ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യമൊക്കെ ചില സാധനങ്ങളൊക്കെ എടുപ്പിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു നാഷണൽ അവാർഡ് കിട്ടിയ മീരയ്ക്ക് ഞാൻ ചോദിച്ചത് എന്ത് ശരിയാണ്, എന്ത് എന്നോട് മാത്രം ഒറ്റ ടേക്കിൽ അല്ലെങ്കിൽ 2 ടേക്കിൽ. അപ്പോൾ ചന്ദ്രേട്ടൻ പറഞ്ഞത് നിന്നിൽ ആ റസാഖ് എന്ന് പറഞ്ഞ കഥാപാത്രം നിന്നിലുണ്ട്, നീ വെറുതെ നിന്ന് ഡയലോഗ് പറഞ്ഞങ്ങ് പോയാൽ നീ അഭിനയിക്കാൻ നിൽക്കണം, അഭിനയിച്ചാൽ കൊളാവും, അതുകൊണ്ടാണ് നിന്നെ കൊണ്ട് കൂടുതൽ ചെയ്യിപ്പിക്കാത്തത്. ബുദ്ധിജീവി ലൈനുള്ള ആർട്ടിസ്റ്റ് ആണോ? പക്ഷെ അങ്ങനെ കമേഴ്ഷ്യൽ സിനിമക്കാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും. അവനും ഞാൻ അബദ്ധത്തിൽ വന്ന് പറഞ്ഞാണെന്നൊക്കെ, അല്ലെങ്കിൽ ചില സൗഹൃദങ്ങളുടെ ചില ബന്ധങ്ങളുടെ പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുക. അല്ലെങ്കിൽ ഞാൻ ഫോഴ്സറായിട്ട് സത്യത്തിൽ ചന്ദ്രേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ ബിജുവിൻ്റെ പടത്തിൽ അഭിനയിക്കാനോ, പ്രിയൻ്റെ സുഹൃത്താണ്, പ്രിയനും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. KR മോഹനേട്ടൻ്റെ ഒരു നായനാരുടെ കഥകൾ എന്ന് പറയുന്ന ഒരു സീരിയലുണ്ട്, അത് ഏഷ്യാനെറ്റിൽ വന്നതാണ്. ഇന്നിപ്പോൾ അതിൻ്റെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് പോലും അറിയില്ല. അവരുടെ ലൈബ്രറിയിൽ പോലും ചിലപ്പോൾ അത് കളഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നായനാരായിട്ട് ചെയ്തത് ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പ്രത്യേകം പറയാൻ കാരണം. അങ്ങനെ അതൊക്കെ ഒരു തുടർച്ചയാണ്. അപ്പോൾ തുടർച്ചയും സൗഹൃദങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ചിലപ്പോൾ എനിക്കറിയില്ല. പിന്നെ ഞാൻ ഒരു ഭയങ്കര ഹാർഡ് വർക്കർ അല്ലായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി പിന്നെ സിനിമ വന്നു. ഇപ്പോൾ പാടമുന്തിരി വിലാപം എന്ന് പറയുന്ന സിനിമയിലെ നായകനായിട്ട് ഞാൻ ചെയ്ത ശേഷം 1 വർഷം ഒരു പണിയില്ലാതെ ഞാൻ എൻ്റെ ധാരണയുടെയും കൂടെ പ്രശ്നമാണ്.
ഞാൻ വിചാരിച്ചു ഇഷ്ടംപോലെ പടം വരും, ഞാൻ നായകനായിട്ട് അഭിനയിച്ചതല്ലേ, ആരെങ്കിലും വിളിക്കേണ്ട കാര്യമുണ്ടോ, എൻ്റെ മണ്ടത്തരത്തിൻ്റെയും വിരലായ്മയുടെ ഒക്കെ കുഴപ്പത്തില്ല. അങ്ങനെ ആ പടം വന്നൊരു വിലാപത്തിൻ്റെ ഒരു ആര്യ അവാർഡ് ഇവിടെ അവാർഡ് കിട്ടിയ സമയത്ത് ചന്ദ്രേട്ടൻ എൻ്റെ അടുത്ത് ഇവിടെ വെച്ചിട്ട് തൃശ്ശൂർ വെച്ചിട്ട് തൊട്ടടുത്ത് രാമനിലയത്തിൽ അവിടെ വെച്ചിട്ടാണ് പറയുന്നത്, എടാ ഈ സിനിമ അങ്ങനെ എളുപ്പം വന്നു ചേരുന്നൊരു ഒന്നല്ല, ട്രിവാൻഡ്രത്ത് നല്ല കുറേ സീരിയലുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അന്ന് സജീവമായിട്ട് ചാനലുകളൊക്കെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്, നീ വേണമെങ്കിൽ സീരിയലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് വിശ്വസിക്കില്ല, ഭയങ്കര കോയിൻസിഡൻസാണ്. ഞാൻ ഈ രാമനിലയത്തിൽ ഞാൻ ചന്ദ്രേട്ടൻ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് എനിക്ക് 7 ആർട്സിൽ നിന്നൊരു കോൾ വരുന്നത്. അങ്ങനെ പിന്നെ കുറേ കാലം ഞാൻ സീരിയലിലേക്ക് പോയി. സിനിമ എന്നെ ശരിക്കും പരിഗണിച്ചിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങ് സിനിമയോടൊരു ഭയങ്കര മണ്ടത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ആ സമയത്തും സിനിമ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ വേഷങ്ങൾ വരുമ്പോൾ എനിക്ക് വേണ്ട, ഞാനിവിടെ സീരിയലിൽ നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. വിവരമില്ലായ്മയാണ്, അല്ലെങ്കിൽ അഹങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ, അല്ല എന്താണെന്നറിയില്ല, എന്തൊക്കെയായാലും സീരിയലിൽ അങ്ങ് തുടർച്ചയായിട്ട്. അപ്പോൾ ആ സമയത്തൊക്കെയാണ് എനിക്ക് തോന്നുന്നു ജോണി ചേട്ടൻ്റെ കൊച്ചി രാജാവിലൊക്കെ അഭിനയിക്കാനുള്ള. ജോണി ആൻ്റണിയുടെ 3 പടത്തിലുണ്ട് ഞങ്ങൾ. ഒന്ന് കൊച്ചി രാജാവ്, പിന്നെ മാസ്റ്റേഴ്സ്, പിന്നെ താപ്പാന. ഈ 3 സിനിമയിലും താങ്കളെ കൊല്ലുന്നുണ്ട്, അല്ലെങ്കിൽ മരിച്ച സീനുകൾ, അതെന്താ സംഭവം? ഞാനെപ്പോഴും ജോണി ചേട്ടനോട് പറഞ്ഞൊരു കാര്യം, മലയാള സിനിമയിൽ ജീവനുള്ള കഥാപാത്രങ്ങൾ തന്ന ഒരു മനുഷ്യൻ നിങ്ങളാണ്. അല്ല, ജീവനുള്ളവരാണല്ലോ മരണപ്പെടുള്ളൂ. എന്താണ് പുള്ളിക്ക് ദേഷ്യമല്ലോ? ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ബാബു ജനാർദ്ദൻ്റെ ഉള്ള കല, നീ എന്നെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല ഏട്ടാ, ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്, മരിക്കാനായിട്ടല്ലേ. അല്ല, എന്തായാലും കാര്യം പറഞ്ഞിട്ടുണ്ടോ, എന്താ എന്തിനാണ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ബോധപൂർവം ഒന്നല്ല, അവരാ കാസ്റ്റ് ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ അത് പിന്നീട് സംഭവിക്കും. ഞാൻ ജോണി ചേട്ടൻ അതിന് ശേഷം ഒരിക്കൽ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ജോണി ചേട്ടൻ ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറഞ്ഞ സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നടന്നില്ല. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഞാൻ ജോണി ചേട്ടനൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചു, ജോണി ചേട്ടാ ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറഞ്ഞ സിനിമ എനിക്ക് നിനക്ക് വേഷം ഉണ്ടായിരുന്നു. എന്തായിരുന്നു വേഷം? അതിലാദ്യം ആ മരിക്കുന്ന കഥാപാത്രത്തിലായിരുന്നു. ആ സിനിമയുടെ പിന്നെ മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന് പറഞ്ഞ സിനിമ വന്നു, അതിലും ആ മരിക്കുന്ന ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്തു. ജോണി ചേട്ടൻ എപ്പോഴും പറഞ്ഞ് കളിയാക്കുന്നൊരു സീനുണ്ട്, കൊച്ചി രാജാവില് എന്നെ കൊല്ലുന്നത് ഇവിടെ വെച്ചിട്ടാണ്, നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ കുത്തേറ്റിട്ട് എന്നെ പെടയാണ്, ഞാനങ്ങോട്ട് മരിച്ചവരിക്കണേ ഇവർ. അപ്പം ചാവില്ലാന്നുള്ളതില്ലേ. അപ്പോൾ അവസാനം അവർക്ക് ചാവ് ചാവ് ചാവ്, കാരണം ഇവർക്ക് ക്യാമറ കട്ട് ചെയ്യണ്ടേ, ചത്തിട്ട് വേണം. നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ മുഖങ്ങളെ നമ്മൾ എത്ര നേരം ഡ്യൂറേഷൻ കിട്ടിയ അത്ര നേരം മരിച്ചവരെ ചത്ത വേഷം തരത്തുള്ളൂ. പിന്നെ അല്ല, നമ്മള് 2 പ്രയോഗമുണ്ട്, ഒന്ന് ചത്ത വേഷമാണെങ്കിലും മരിച്ച അഭിനയാണ് കാഴ്ചയാക്കുന്നത്. അതിനോടൊരു മര്യാദ കാണിക്കണ്ട അവരെല്ലാം കൂടി മരിക്കുക മതി. നേരത്തെ തമാശക്ക് പറഞ്ഞാണെങ്കിലും ആൻഡോ ജോസഫ് പറഞ്ഞു, മമ്മൂക്കടുത്ത് ഒന്ന് ആർട്ടുകാരുടെ ഒന്ന് സിനിമ എന്നിട്ട് നേരെ കിട്ടിയില്ലെങ്കിൽ നേരെ. എൻ്റെ അറിവിൽ താങ്കളൊരു നല്ല മമ്മൂട്ടി ഫാനാണെന്ന് കേട്ടോ, ഹാർഡ് കോർ മമ്മൂട്ടി. അയ്യോ, ഇന്നും അത് തന്നെയാണ് നല്ല വിശ്വാസം. ഇന്നങ്ങനെ ഫാൻ എന്നുള്ള, പിന്നെ അടുപ്പമായ പിന്നെ ഭയങ്കര ഇപ്പോഴും അവരൊക്കെ. ഡാനിയാണ് ആദ്യത്തെ പടം മമ്മൂക്കയുടെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്? ആദ്യം കാണുന്നത് അല്ല, ഞാൻ മമ്മൂക്കാരെ ആദ്യം കാണുന്നത് വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആനക്കോട്ടയിൽ നടക്കുമ്പോൾ, തൃശ്ശൂർ ഗുരുവായൂർ വീടിൻ്റെ അടുത്ത്, ഞാൻ എൻ്റെ കേച്ചേരുന്നൊരു 10 കിലോമീറ്റർ ഉള്ള സ്ഥലത്തേക്ക് ഞാനവിടെ ഷൂട്ടിംഗ് കാണാൻ പോയിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുന്നതായിരുന്നു. അപ്പോൾ കൃഷ്ണൻകുട്ടിയല്ലേ എൻ്റെ ആർട്ട് ഡയറക്ടർ, ഇതേപോലെ സാധനങ്ങൾ. അപ്പോൾ ഈ ചാക്ക് കൊണ്ടായിരുന്നു അന്നത്തെ മുഴുവൻ മതിലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ സംഗതികളൊക്കെ. അപ്പോൾ ഒരു ചാക്ക് വിരിച്ചിട്ട് ഒരു മനുഷ്യൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു, അത് മമ്മൂക്കയായിരുന്നു. അന്നാണ് ആദ്യം കാണുന്നത്. പിന്നെ ഒരുമിച്ച് അഭിനയിക്കുന്നത് പിന്നീട് ഡാനിയിലാണ്. ഭയങ്കര എന്തുകൊണ്ടാണ് അദ്ദേഹത്തോട് ഇത്ര ആരാധന വരാൻ കാരണം? ചെറുപ്പം മുതൽ നമ്മളൊരു സ്കൂളിലൊക്കെ ഉണ്ടാവുന്നൊരു ഫാൻ ബോയ് എന്ന് പറയുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ലാലേട്ടൻ്റെ ആരാധകർ, മമ്മൂക്ക, അപ്പം മമ്മൂക്ക ഫാൻസിലായിരുന്നു ഞാനൊക്കെ.
മുഖമേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫസ്റ്റ് ഷോ കണ്ടില്ലെങ്കിൽ സങ്കടകരമാവുന്ന. നമ്മളൊക്കെ സിനിമ കണ്ടായിരുന്നതിൻ്റെ വരുമാനം എന്ന് വെച്ചാൽ നമുക്ക് കശുമാവിൻ തോപ്പുണ്ടായിരുന്നു. അപ്പോൾ 100 അണ്ടി പറക്കി കൊടുത്താൽ 10 അണ്ടി നമുക്കുള്ളതാണ്. ആ 10 അണ്ടി വിറ്റ് നമുക്കുള്ള സിനിമയ്ക്കുള്ള കാശായി. അപ്പോൾ അങ്ങനെ എത്രയും കാശുണ്ടാക്കുക. നമുക്ക് നിറക്കൂട്ട് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ വർഷം ഞാൻ 8ാം ക്ലാസ് കഴിഞ്ഞു. 8ാം ക്ലാസ് ഉപ്പ മരിച്ചു ആ സമയം. അപ്പോൾ 40 കഴിയാതെ നമുക്ക് സിനിമയ്ക്കൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ എനിക്ക് നിറക്കൂട്ട് കാണണം. നിറക്കൂട്ട് കാണാതെ തന്നെ ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുക. നീ എന്താ വന്ന് കാണാത്ത എന്നുള്ള ലെവലിലൊക്കെയാണ് ഉള്ള. ഞാൻ നല്ല അപ്പോൾ അന്നിങ്ങനെ എൻ്റെ വീട്ടിൽ കുറേ പേരുണ്ട്. അന്ന് കൂട്ടുകുടുംബമൊക്കെയാണ്. അപ്പോൾ ക്ഷണിക്കാൻ പോകാൻ ഒരുപാട് പേരുണ്ട്. ഈ 40 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വലിയ ആഘോഷമായിട്ട് നടത്തുന്നൊരു പരിപാടി. ഞാൻ പറഞ്ഞു ഞാനും കുറച്ച് സ്ഥലത്ത് പോവാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചെറിയ ലിസ്റ്റ് മേടിച്ച് ഇന്ന വീട്ടിലൊക്കെ ഞാൻ പോവാന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് നേരെ കുന്നംകുളം താമസിച്ച് പോയിട്ട് സിനിമ ഉണ്ടോ? പിന്നെ നമുക്കൊക്കെ അറിയാം. ഉപ്പ മരിച്ച സമയമാണ് നിറക്കൂട്ട് കണ്ടത്. കുറച്ച് കരഞ്ഞു കാണുമല്ലോ, ഒരുപാട് കരയാറുണ്ടോ സിനിമ കാണുമ്പോൾ? കരയാറുണ്ട്. പിന്നെ അന്നൊക്കെ ടവല് മേടിക്കാതെ നമ്മൾ ഇത് പോയ സംഭവം ഉണ്ടല്ലോ. പിന്നെ സിബി സാറിൻ്റെ പടം ഞാൻ വാശി പിടിച്ച് ടവലൊന്നും മേടിക്കണം. എന്നിട്ട് നമ്മൾ കരഞ്ഞിട്ട് അന്നൊക്കെ ഒരുപാട് സിനിമകൾക്കാർ. അപ്പം അന്ന് സിനിമകൾ കാണുമ്പോൾ നല്ല കരയിലും. ഇപ്പം കരയാറുണ്ടോ? ഇപ്പം അങ്ങനെ കരച്ചിലൊന്നും വരാറില്ല. ഇമോഷനൊക്കെ ഇല്ല കേട്ടോ, സത്യമായിട്ട് ഇമോഷൻസൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇപ്പോഴും. ഞാൻ അതിൻ്റെ ഒരു കാര്യം എനിക്ക് ഞാനൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിൽ എഴുതിയിട്ടുണ്ട് ഈ മമ്മൂക്കായുടെ സംഭവം. അപ്പം അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം മമ്മൂക്ക വന്നിട്ടുണ്ട്. സ്വപ്നത്തിലല്ല, റിയൽ. അതെൻ്റെ 10 വർഷം മുമ്പ് ഉമ്മ മരിച്ചപ്പോഴാണ്. ഉമ്മ മരിച്ച് വൈകിട്ടൊക്കെ എടുത്തൊരു വൈകുന്നേരം മമ്മൂക്ക കയറി വന്നു. അപ്പം ഞാനിങ്ങനെ പറയാം, ഉപ്പ മരിച്ച് 40 തികയുന്നതിന് മുമ്പ് നിറക്കൂട്ട് പോയി കണ്ട എന്നെ കാണാൻ ഉമ്മ മരിച്ച സമയത്ത് നമുക്ക് വരണം. അതൊരു അവകാശമാണ്. അതെന്തൊരു അവകാശമാണ്. കാവ്യനീതി എന്നൊക്കെ പറയണ പോലെ അങ്ങനെ അത്രയും ആരാധനയുള്ള ഒരു മനുഷ്യനോട് ഉപ്പ മരിച്ചെടുക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ഉപ്പ മരിച്ച് 40 കഴിയുന്നതിന് മുമ്പ് പോയി ഉമ്മക്കാടെ നിറക്കൂട്ട അല്ലെങ്കിൽ അത്ര സിനിമകൾ കണ്ട ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഉമ്മ മരിച്ചപ്പോൾ ഒന്ന് കയറേണ്ടത് ഒരു കാവ്യനീതിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് തീർച്ചയായിട്ടും പിന്നീട് ഒരുപാട് സിനിമകളാണ് ഇതിൻ്റെ ചെയ്തത്. ഒരുപാട് റെക്കമെൻഡ് ചെയ്യാറെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ?